നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതിയായ ചെന്താമരയെ ആയുധം വാങ്ങിയ കടയിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി വീട്ടിലും പരിസര പ്രദേശങ്ങളിലും ഒളിഞ്ഞിരുന്ന സ്ഥലത്തുമൊക്കെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇത് എങ്ങനെയാണ് കൃത്യം നിർവഹിച്ചത് എന്നതിന്റെ പുനരാവിഷ്കരണം അടക്കം പ്രതിയെ കൊണ്ട് ചെയ്യിച്ച് പോലീസ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ആയുധം വാങ്ങിയ സ്ഥലത്തേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത്. ഗോകുൽ വിവരങ്ങളുമായി ചേർന്നു. ഗോകുൽ, ഈ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്ന സ്ഥലം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏറെ ദൂരെയാണോ? വിശദാംശങ്ങൾ എന്താണ്? തെളിവെടുപ്പ് നടക്കുകയാണോ? ഏകദേശം ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും 1 മണിക്കൂർ ദൂരത്തെ യാത്രയുണ്ട്. എലവഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇയാൾ ആയുധം വാങ്ങിയത്. അവിടെയുള്ള ഒരു കടയിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക. അവിടെ വെച്ച് ആയുധം വാങ്ങി അതിനു മുൻപ് തന്നെ വേറൊരു വാക്കത്തി വാങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഈ കൊലപാതകത്തിന് ഒരാഴ്ച മുൻപ് എലവഞ്ചേരിയിലെത്തി ഈ കത്തി വാങ്ങിയത്. അതിനുശേഷം സ്വന്തമായി തന്നെ അതിനൊരു കൈപ്പിടി ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്. ആ കടയിലെത്തിച്ച് ഇയാളെ തെളിവെടുക്കും. കാരണം ഈ ആയുധം വാങ്ങിയ സ്ഥലത്തെ ആൾ അല്ലെങ്കിൽ കടക്കാരൻ ഇയാളെ തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നടപടിക്രമങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് ആ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇന്നലെ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് ചോദിച്ചറിഞ്ഞിരുന്നു. ഇന്ന് 3 മണി വരെയാണ് ചെന്താമരയ്ക്ക് കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി ഇയാളെ വീണ്ടും റിമാൻഡ് ചെയ്യുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇയാളെ തിരികെ ആലത്തൂരിൽ കൊണ്ടുവരാനാണ് പോലീസ് നീക്കം. ശരി ഗോകുൽ.